അപ്പോൾ നമ്മളിന്നൊരു ഇമ്പോർട്ടൻ്റ് വിഷയമാണെന്ന് ചർച്ച ചെയ്യുന്നത്. സ്ത്രീകൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങൾ പ്രതികരിക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം. ഇത് നടക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ നന്ദിത എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഒരു സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന, അതുപോലെ തന്നെ മോഡലിങ്ങിൽ ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു നല്ല സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ല ആങ്കറിങ്ങിലൊക്കെ നല്ല പേരെടുത്ത ഒരു സ്ത്രീയായിട്ട് മാറി. ഒരു കുറച്ച് കാലം മുമ്പ് അവരങ്ങനെ അല്ലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അന്നൊക്കെ തൃശ്ശൂരിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് പല ഏഡുകളും പരസ്യങ്ങളും അതുപോലെ തന്നെ ചെറിയ സിനിമയുടെ വേഷങ്ങളിലൊക്കെ അഭിനയിക്കാനായിട്ട് ബസ്സിലാണ് പോവാറ്. അപ്പോൾ നന്ദിത ദാസ് വളരെ ഉയർന്നു വരുന്ന ഒരു കലാകാരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. ചെറുപ്പമാണ്. അപ്പോൾ ഒരു ദിവസം അതുപോലെ തന്നെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് എറണാകുളത്തേക്ക് വണ്ടി കയറി. അപ്പോൾ എറണാകുളത്താണ് അന്നൊരു ചെറിയ ഏഡ് ഷൂട്ടിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്ക് 3 മണിക്കൂർ വരും റണ്ണിങ് ടൈം. അതിലിപ്പോൾ ചാലക്കുടി ഒരു സ്റ്റോപ്പ് ഉണ്ടാവാം, പിന്നെ നമ്മുടെ അങ്കമാലി ഒരു സ്റ്റോപ്പ്, ആലുവയിൽ ഒരു സ്റ്റോപ്പ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയും സ്റ്റോപ്പുകൾ ട്രോളുള്ള റോഡാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിലും നല്ലത് ട്രോള് കൊടുക്കാണ്ട് പോണ റോഡാണ്. അവിടെ ആകുമ്പോൾ ഇത്രയും ബ്ലോക്കില്ല. ഇത് അതിനേക്കാളും വലിയ ബ്ലോക്കാണ്. അതുപോലെ 3 മണിക്കൂറിന് ഇപ്പോൾ പറഞ്ഞപ്പോൾ 3.5, 4, 5 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് എറണാകുളത്തേക്ക് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ നന്ദിത യാത്രയായി, നമ്മുടെ കഥാപാത്രത്തിലേക്ക് നടക്കാം നമുക്ക്. അങ്ങനെ നന്ദിത യാത്രയായി. അപ്പോൾ നന്ദിത ബസ്സിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്ക് ഇങ്ങനെ എപ്പോഴും ബസ്സുള്ള കാരണം വലിയ തിരക്കുണ്ടാവില്ല. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ഒരു സൈഡിൽ 2 സീറ്റ്, ഒരു സൈഡിൽ 3 സീറ്റ്. ഇതാണ് നമ്മുടെ KSRTC ബസ്സിൻ്റെ ഒരു മെത്തേഡ്. അവിടെ സ്ത്രീകൾക്കുള്ള സീറ്റിൽ ഈ നന്ദിത ചെന്നത്. അപ്പോൾ ഈ അറ്റത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിത ആ ജനലിൻ്റെ ആ അടുത്തുള്ള ഒരു സീറ്റിലിടുന്നു. അപ്പോൾ വണ്ടി ഇറങ്ങിയ വഴിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വഴിക്ക് തന്നെ നന്ദിത ഉറക്കത്തിലായി. എന്നുവെച്ചാൽ ഇത്രയും വഴിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉറങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്കമാലി എത്തിയപ്പോൾ അടുത്ത് ആരോ വന്നിരിക്കുന്ന പോലെ തോന്നി. അതുവരെ ആരും വലിയ തിരക്കൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്കമാലിയിൽ എത്തിയപ്പോൾ ഒരുവിധ സീറ്റൊക്കെ ഏകദേശം ഫുള്ളായി. അപ്പോൾ അതിൻ്റെ അടുത്തൊരാൾ വന്നിരിക്കുന്നത്. അടുത്ത ആൾ വന്നിരിക്കുമ്പോൾ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അപ്പുറത്ത് സ്ത്രീ, ഇപ്പുറത്ത് നന്ദിത, നടുക്ക് ആ ചെറുപ്പക്കാരൻ കയറിയിരുന്നു. സംഗതി സ്ത്രീകളുടെ സീറ്റാണ്. എന്നിരുന്നാലും സീറ്റുകൾ പുരുഷന്മാർക്ക് ഇല്ലെങ്കിൽ അവരങ്ങനെ കയറി യാത്ര ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയില്ല. അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ കയറിയാൽ മാത്രം നമുക്ക് ആ സീറ്റ് കാലിലേക്ക് കൊടുത്താൽ മതി. വലിയ തിരക്കില്ലാത്തത് കൊണ്ട് പിന്നെ അതങ്ങനെ ഇരുന്ന വഴിക്ക് നോക്കിയപ്പോൾ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്ന വഴിക്ക് തന്നെ ഫോൺ നോക്കിയിട്ടേ ഇരിക്കുന്നത്. കാണാനും നല്ല സ്മാർട്ടായിട്ട് നല്ല വെളുത്ത് നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ വന്നിരുന്ന വഴിക്ക് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകണം? അപ്പോൾ പറഞ്ഞു എറണാകുളത്തേക്കാണ്. ശരി, ഞാൻ എറണാകുളത്തേക്കാണ്. പക്ഷേ എന്താ ചൂട്, അങ്ങനെ കുറേ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമ്പനിയായി. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് സംശയിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ആൾ ഫോൺ നോക്കിയിരിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദിതയുടെ കാലിൻ്റെ മുകളിൽ ഈ ചെറുപ്പക്കാരൻ കാല് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മേല് വെച്ച് ഒരു ചവിട്ട് പോലെ ചേർന്ന്. അപ്പോൾ നന്ദിത വിചാരിച്ചു 3 പേരിരിക്കുന്ന സീറ്റാണ്, ഇടുങ്ങിയിട്ടേ ഇരിക്കുന്നത്. അപ്പോൾ കാലറിയാണ്ട് കൊണ്ടതായിരിക്കും എന്ന് വിചാരിച്ച് കാല് വലിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കൈ നമ്മുടെ നന്ദിതയുടെ തുടയമ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തഴുകാൻ തുടങ്ങി. അപ്പോൾ നന്ദിത എന്തുണ്ടായി, തുട മാറ്റി കൈ ഇങ്ങനെ തട്ടിയ പോലെ ഇതാക്കി ഈ നമ്മുടെ ഇവിടേക്ക് ഒന്നും കൂടി ഒതുങ്ങിയിരുന്നു. അപ്പോൾ കൈയും കൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിതയുടെ വയറുമ്പോൾ കയറി പിടിച്ചു. ഇത് പിടിച്ചോടെ കൂടിയിട്ട് നന്ദിതയ്ക്ക് മനസ്സിലായി ഇത് അറിയാണ്ട് തൊടണതോ ഒന്നുമല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചെയ്യണതാണെന്ന് മനസ്സിലായി. അറിഞ്ഞിട്ട് ചെയ്യുന്ന ആളും അറിയാണ്ട് തൊടണതും അത് സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നന്ദിത പതുക്കെ ഒന്നും കൂടി കൈയെടുത്ത് മാറ്റി ഒന്നും കൂടി ഒതുങ്ങിയിരുന്നു. പിന്നെ ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗ് എടുത്ത് മടിയിൽ വെച്ചു. ആ മടിയിൽ വെച്ചിട്ട് പിന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. മടിയിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദിത ഇയാളെ നോക്കിയപ്പോൾ ആ ബാഗിൻ്റെ ഇടയിൽ കൂടെ ഇയാൾ കൈയെടുത്ത് അയാളുടെ സിബ് തുറന്ന് അയാളുടെ സിബ് തുറന്നിട്ട് ഇയാൾ എനിക്ക് പറയാനായിട്ട്
സിബ് തുറന്ന് ഇയാൾ തുടങ്ങി നമ്മുടെ സ്വയംഭോഗം തുടങ്ങി. സ്വയംഭോഗം എന്ന് പറയുമ്പോൾ അതിന് 3 ഭാഷയുണ്ട്. സ്വയംഭോഗം എന്ന് പറയും, മാസ്റ്റർബേഷൻ എന്ന് പറയും, അതുപോലെ തന്നെ മലയാള ഭാഷയിൽ പറയും വാണവടി എന്ന് പറയും. ഇങ്ങനെ 3 ഭാഷ അതിനുണ്ട്. ഇത് കണ്ടോടുകൂടി നന്ദിതയുടെ സകല ഗ്യാസ് അങ്ങോട്ട് പോയി, ദേഷ്യം അങ്ങോട്ട് എരച്ച് കയറി മുഖത്ത്. അപ്പോൾ അതിന് എന്തിനും പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിന് മുമ്പ് ഇങ്ങനെ തൊട്ടപ്പോഴും പിടിച്ചപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, കുറേ യാത്രക്കാരുണ്ട്, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഇതിപ്പോൾ എന്ന് വിചാരിച്ച് പല പ്രാവശ്യം ഒതുങ്ങി കൊടുത്തതാണ്. പക്ഷേ ഇത് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ്. ഉടനടി ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത കുറച്ച് സീൻസുകൾ നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഇത്രയും ആൾക്കാരുള്ള ബസ്സിൽ ആരും ഇതിനു വേണ്ടി പ്രതികരിക്കാനോ ആരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഈ നന്ദതിക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നും വന്നില്ല. കണ്ടക്ടർ ഓടി വന്നു. കണ്ടക്ടർ ബാക്ക് സീറ്റിലിരിക്കുന്നത്. കണ്ടക്ടർ ഓടി വന്നു. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ. ഇന്ന തന്നെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ? ഉണ്ട്, എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഉടനടി കണ്ടക്ടർ പറഞ്ഞു ബസ് സ്റ്റേഷനിലേക്ക് വിടുന്നു പറഞ്ഞു. അപ്പോൾ ഇത് ആലുവ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഈ വണ്ടി പറഞ്ഞ പോലെ പതുക്കെ നീങ്ങുക. ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സിഗ്നലുകളുണ്ടാവും. ആലുവ കഴിഞ്ഞാൽ പിന്നെ സിഗ്നലിലെ ബഹളമാണ്. അപ്പോൾ വണ്ടി നീങ്ങി. അമ്മ ഭയങ്കര തർക്കമായി, അങ്ങോട്ട് പിടിയും വലിയൊക്കെ ആയി. ഇയാളെ പിടിച്ച് നിർത്തി. ഇയാൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട, ഞാൻ സമ്മതിക്കില്ല, ഞാനിവിടെ ഒന്നും ചെയ്തില്ല, മറ്റേതിനെ മറിച്ചാണെന്ന് പറഞ്ഞു കുറേ ന്യായീകരണങ്ങളെ നിരത്തി. നന്ദിത ഒറ്റക്കാലിൽ നിന്നു. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ നിൽക്കുന്നതോട് കൂടി ഒരു സിഗ്നലെത്തോട് കൂടിയിട്ട് ഈ കണ്ടക്ടറെ പിടിച്ച് തള്ളിയിട്ട് ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിപ്പോവുകയും ചെയ്തത്. അപ്പോൾ നന്ദിത പറഞ്ഞു ശരിയാവില്ല, എൻ്റെ കയ്യിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, അയാളുടെ മുഖം എൻ്റെ കയ്യിൽ വീഡിയോയിലുണ്ട്, നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ വീഡിയോ കൊടുത്തു. മറ്റുള്ള കാര്യങ്ങളെല്ലാം പരാതി എഴുതി കൊടുത്തു. അതിൻ്റെ സാക്ഷികളും കൊടുത്തു, എല്ലാം കൊടുത്തു. പോലീസ് അന്വേഷണം തുടങ്ങി ഈ വ്യക്തി എവിടെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് ഈ വ്യക്തിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ അപ്പോഴേക്കും മീഡിയയിലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഈ വിഷയം വന്നു. ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഈ ചെറുപ്പക്കാരൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ഇതിങ്ങനെ വന്നോട് കൂടിയിട്ടാണ് ജനങ്ങൾ അറിയണത് മാത്രം. ഇവൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല ബസ് സ്റ്റാൻഡിലും ചെല്ലും, ഇതുപോലെ ഒറ്റയ്ക്ക് പല ബസ്സിലും കയറും. ഒരു വഴിക്കും പോകേണ്ടതെന്നല്ല, വെറുതെ ബസ്സിൽ കയറും. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ മാത്രം മൂപ്പര വണ്ടിയിൽ യാത്ര ചെയ്യും. അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അതേ വണ്ടിയിൽ വേറെ എവിടേക്കുള്ള വണ്ടിയായാലും അതിൽ കയറും. അങ്ങനെ ഇനി യാത്ര ചെയ്യും. അങ്ങനെ ഒരു ഇതുപോലെ തന്നെ വന്നിരിക്കും. ഇതുപോലെ സൗഹൃദം കൂടും. എന്നിട്ട് മൂപ്പര പരിപാടികൾ തുടങ്ങും. ഇതാണ് മൂപ്പര പരിപാടി. ഇതൊക്കെ തെളിവായി ഇത്രയും പ്രതികരിച്ചത് കൊണ്ട് ഈ വിരുദ്ധൻ കുടുങ്ങി. അല്ലെങ്കിൽ ഈ വിരുദ്ധൻ ഈ പണി വീണ്ടും കൊണ്ടു നടന്ന് എത്ര സ്ത്രീകളെ അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ നന്ദിത എന്ന് പറഞ്ഞ മിടുക്കിയായ പെൺകുട്ടി ഇതിൻ്റെ എല്ലാ വിവരങ്ങളും എല്ലാം വെച്ചിട്ട് ഈ വീഡിയോ അടക്കം ഫുള്ളായിട്ട് ഇട്ടുകൊണ്ട് ആ നന്ദിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് നന്ദിയുടെ ആ പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടു. എന്താണ് കമൻ്റ് ഇട്ടത്? ഈ പുരുഷൻ ഇതിനു മുമ്പ് ഞാനിതുപോലെ ഒരു എറണാകുളത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇതേപോലെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്ന് ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. ആളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ട് പല സ്ത്രീകളും അന്ന് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പ്രതികരിച്ചത് വളരെ നന്നായി. എത്രയോ സ്ത്രീകൾക്ക് നിങ്ങൾ മാതൃകയാണ്. ഇങ്ങനെ പ്രതികരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരുള്ള വിളയാട്ടങ്ങൾ കൂടുകയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ ഈ പോസ്റ്റിൻ്റെ അടിയിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കമൻ്റ് ഇട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്,
പല സ്ത്രീകൾക്കും ഇതേ അനുഭവം എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ട് അവരൊന്നും പ്രതികരിച്ചില്ല. അവരൊക്കെ പ്രതികരിക്കാത്ത കാരണം ഇവൻ്റെ ഈ കൃഷി വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ പുരുഷന്മാരെ നമ്മൾക്ക് എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. എന്തിന് 100 ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായ പോരെ പുരുഷന്മാരെ വില കളയാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ, പ്രതികരിക്കുന്ന സ്ത്രീകൾ വേണം. അനാവശ്യമായി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊരു തിരക്കുള്ള ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ തട്ടിമുട്ടിയൊക്കെ നിൽക്കും. നമ്മുടെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തണം, ആ സ്ഥലത്തേക്ക് എത്താനുള്ള തിക്കും തിരക്കും ബഹളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് വിടാറ് പതിവ് സ്ത്രീകൾ. ഒന്ന് ഒതുങ്ങി പോവും, ഒന്ന് അങ്ങോട്ട് നീങ്ങിക്കും. അതിൽ ചിലവരൊന്ന് കണ്ണൂരിട്ടും, ചിലർ ചിലപ്പോൾ വല്ല മുട്ടുസൂചി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുത്തും. അപ്പോൾ അവരൊന്ന് മാറിപ്പോവും. അവർക്ക് ഇഷ്ടമല്ല, സ്ത്രീകൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാറിപ്പോവും. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഈ ഒരു കൃഷി മൂപ്പര് തുടങ്ങിയിട്ട് കാലം കുറേയായി. അത് നന്ദിത എന്ന് പറഞ്ഞുള്ള സ്ത്രീ ഇത് പുറത്ത് കൊണ്ടുവന്ന കാരണം ഇനിയും ആയിരങ്ങളും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായേനെ. അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ കിട്ടി. ഇയാൾക്ക് ജയിലിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ പേരിൽ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്തതല്ല, പല സ്ത്രീകൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നമുക്ക് മനസ്സിലായി. ആരും കേസിന് പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ നിന്നില്ല. അപ്പോൾ സ്ത്രീകൾ പ്രതികരിക്കുന്നിടത്ത് പ്രതികരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ അനുവാദമില്ലാണ്ട് ആരെങ്കിലും തൊട്ടാൽ ആ സ്പോട്ടിൽ നിങ്ങൾ പ്രതികരിക്കണം. അത് നാളേക്കാവാം, അല്ലെങ്കിൽ പോട്ടെ, അത് ക്ഷമിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലവർ സഹകരിച്ച് നിൽക്കണവരുണ്ടായിരിക്കാം. അതായിരിക്കാം ഈ പുരുഷന്മാർക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതേ തെറ്റുകൾ ആവർത്തിക്കാനായിട്ട് പ്രചോദനം തരുന്നത്. എന്തായാലും വൃത്തികെട്ട രീതിയാണ്, വൃത്തികെട്ട സ്വഭാവമാണ്. അത് നിർത്തിച്ച നന്ദിതയ്ക്ക് എൻ്റെ ആൻസർ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും